അപ്പോൾ നാട്ടിൽ പോക്ക് പെട്ടിക്കെട്ടൽ എപ്പിസോഡ് 2 ഒക്കെ ഇത് എത്ര ദിവസം മുമ്പ് കെട്ടിയാലും ഈ പെട്ടി ഒന്നും ഒതുങ്ങുന്നു എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ പെണ്ണും കണ്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങണേ 5 മിനിറ്റ് വരെ 5 സെന്റ് സ്ഥലം ഞാനല്ല അതെല്ലാരും അങ്ങനെ തന്നെയാ. 30 കിലോന്റെ ലഗേജ് ലാസ്റ്റ് 60 കിലോ ഉണ്ടാക്കും. 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിൽ പോകണം, നമ്മൾ 5 മണിക്കൂർ മുമ്പ് പോകും ബിക്കോസ് ഓഫ് മീ. അപ്പൊ ഉണ്ടല്ലോ ഞാന് ഇങ്ങനത്തെ സൽവാർ സെറ്റ് നമുക്ക് ഇവിടുന്ന് ഇട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ ഈ പെരുന്നാളിന് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്മായിന്റെ അവിടെ മംഗലം, കാക്കാന്റെ അവിടെ മുടി കളയല്, പിന്നെ വിരുന്നിന് പോക്ക്. ഞാൻ ഇതെന്റെ കാസർഗോഡ് അല്ലെങ്കിൽ ഞങ്ങൾ ഫംഗ്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഡ്രസ്സ് ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ ഫംഗ്ഷൻ ഉണ്ടാക്കും. ഓക്കെ, അതാണ് ഞങ്ങള്. അല്ലെങ്കിൽ ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് പോകും. അങ്ങനെ. അപ്പൊ ഇത് പറയാനൊന്നല്ല, ഞാനുണ്ടല്ലോ നിങ്ങൾക്ക് ഒരു കാര്യം ഇതൊക്കെ കൊണ്ടുപോകണം. പിന്നെ അവിടെ പോയി ഞാൻ പെരുന്നാളിനിട്ട് കുറച്ചു നേരം ഇട്ടുള്ളൂ. അപ്പൊ ഉണ്ടല്ലോ ഞാൻ ഇതൊന്നും പറയാൻ വന്നല്ല. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു വെക്കണ കൂട്ടത്തില് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി വന്നിട്ടോ. ഇത് അടിപൊളി വിനയിലുണ്ട്. ഞാനിതുപോലെ വീഡിയോ കണ്ടിട്ടാട്ടോ ഈ ലിപ്സ്റ്റിക് വാങ്ങിക്കുന്നത്. കാണണ്ടോ മോനെ? നിഫാനാട്ടോ വീഡിയോ എടുക്കുന്നത്, കണ്ടോ? ഇത് നിങ്ങൾ വാങ്ങിച്ചോളൂ കേട്ടോ, അടിപൊളി സാധനമാണ്. എവിടെ സ്റ്റിക്കൊന്നും ആവുന്നില്ല. അതുപോലെ എൻ്റെ ഒരു വേറൊരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ കാണുന്നത്. ഓക്കെ, എനിക്കിതിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളൂ. പെർഫ്യൂം കാണിച്ചു കൊടുക്കുക. പെർഫ്യൂം നമുക്ക് ഭയങ്കര ലാസ്റ്റിംഗ് കിട്ടുന്ന പെർഫ്യൂം. ഇതിപ്പോ നമ്മൾ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗിസ്സയുടെ പെർഫ്യൂം. പലർക്കും അറിയണ്ടാവും. ഇമ്പീരിയൽ വാരി ഞങ്ങൾ ഇതാണ് കാലങ്ങളായിട്ട് യൂസ് ചെയ്യണം കേട്ടാ. ഇത് നമുക്ക് സാധാരണ ഇവിടുന്ന് കിട്ടിയിരുന്നില്ല. നമ്മൾ പെർഫ്യൂം ഫെസ്റ്റിവൽ വരുമ്പോഴാണ് അപ്പൊ നമ്മള് 2 പീസ് എടുത്തു വെക്കലാണ്. 6 മാസം കൂടുമ്പോഴും ഫെസ്റ്റിവൽ വരും. അപ്പൊ അവിടുന്ന് മേടിക്കലായിരുന്നു. ഇപ്പൊ നമുക്ക് മോൾ ഓഫ് ഖത്തറിലും സിറ്റി സെന്ററിലും ഒരുവിധം ഇതിലൊക്കെ അതിന്റെ കൗണ്ടറിൽ ഉണ്ടാവും, മേടിക്കാൻ പറ്റും. പരസ്യമല്ല, ഇത് നമ്മളിപ്പോ ഈ ഫെസ്റ്റിവലിനൊക്കെ പോയി കഴിഞ്ഞാല് ഏത് ഖത്തറീസ് പെർഫ്യൂം വാങ്ങി വരികയാണെങ്കിലും അവരുടെ കയ്യിൽ ഇതിന്റെ ഒരു കവർ എന്തായാലും നിർബന്ധമായിട്ടുണ്ടോ. ഇത് ഞങ്ങൾക്ക് അറിഞ്ഞ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ബാബ ഉണ്ട്. ബാബ ആദ്യമായിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെയാണ് ഈ പെർഫ്യൂം. അന്നേരം ഇത് ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്തപ്പോ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഫാൻസായി നമ്മൾ മാറിയത്. അപ്പൊ നിങ്ങളില്ലേ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് കിട്ടാണ് പെർഫ്യൂംസ് ഏതാന്നുള്ളത് അന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പൊ അത് നമുക്കറിയാലോ, അങ്ങനെ നമുക്ക് വാങ്ങി വെക്കാലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം. എനിക്ക് മുഖം മിനുക്കലും ലിപ്സ്റ്റിക് ഇടലും മാത്രല്ല, എവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ആസ്മാറ്റിക് ആണ്. അപ്പൊ ഈ ഒരു സാധനം ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ ഉഷാറും പോയി ഞാനൊരു സൈഡിലാവും. കൂടാണ്ട് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് അലർജിയും ശ്വാസം മുട്ടൊക്കെ നന്നായി കൂടും, വെതർ ചേഞ്ച് ആവുന്നത് കൊണ്ട്. അപ്പോൾ ഈ തുമ്മിട്ട് എല്ലാവരും എണ്ണ, പക്ഷെ എൻ്റെ തലയുടെ ഇവിടെ ഞരമ്പുണ്ടല്ലോ അത് പൊട്ടണ പോലെ ആവും. തുമ്മണ അലർജി ഉള്ളവർക്കൊക്കെ ഇതറിയാം.